ഈ സോനാട് വിഷയത്തിലാണെങ്കിലും സീറോ മലബാർ സഭ ഞങ്ങൾ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. സീറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ ഒരു കൃത്യമായ ഒരു കുറിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സീറോ മലബാർ സഭയുടെ സ്വന്തമായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. കത്തോലിക്ക കോൺഗ്രസ് സഭാതലത്തില് ഈ ഒരു വിഷയം NIA ദേശീയ ഏജൻസി ഏറ്റെടുക്കണം എന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വീട്ടുകാരുടെ ആവശ്യം തന്നെയാണ്, അത് ആ കുട്ടിയുടെ അമ്മയും ആവശ്യപ്പെട്ട കാര്യമാണ്. തീർച്ചയായിട്ടും ആ കുടുംബത്തോട് ഉള്ള ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുക, അവരുടെ ദുഃഖത്തിലെ പങ്കുചേരുകയും ചെയ്യുന്നു. ഞങ്ങളാൽ കഴിയുന്ന പ്രതിഷേധങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങളും അത് ഞങ്ങൾ നേരത്തെ മുതൽ നടത്തി വരുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ ഇതിന്റെ ഒരു പ്രൈം സ്റ്റെപ്പ് എടുക്കേണ്ടത് തീർച്ചയായിട്ടും യാക്കോബായ സഭയിൽ നിന്നാണ് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തില് ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സ്റ്റെപ്പ് ഉണ്ടാകണമെങ്കിൽ പങ്കുചേരാനായിട്ട് സീറോ മലബാർ സഭയ്ക്ക് വളരെയധികം സന്തോഷമേ ഉള്ളൂ. ഈ പെൺകുട്ടിയെ കൊണ്ടുപോയി കൂട്ടിയിട്ടതും മർദ്ദിച്ചതും ഒക്കെ പാനായിക്കുളം എന്ന് പറയുന്ന സ്ഥലത്താണ്. ആ സ്ഥലം ഈ തീവ്രവാദ കക്ഷികൾക്കും കാര്യങ്ങൾക്കും ഒക്കെ നേരത്തെ ഉപസ്ഥിതിയുള്ള ഒരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള നിർബന്ധിത മതവിരുദ്ധം പോലെയുള്ള അല്ലെങ്കിൽ സമ്മർദ്ദം ചെലുത്തുക, ഒരുപക്ഷെ IPC 366 ഒക്കെ ചുമത്തേണ്ട വകുപ്പുകളുണ്ട്. ആ വകുപ്പ് ഇതുവരെ സർക്കാർ ചുമത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിലെ ഞങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ട്. അത് കൃത്യമായിട്ടുള്ള വകുപ്പുകൾ ചുമത്തി ഒരു വിഷയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സംസ്ഥാന സർക്കാരും തയ്യാറാണ്. തീവ്രവാദ ബന്ധങ്ങള് അന്താരാഷ്ട്ര വിഷയങ്ങളാണ്. അന്താരാഷ്ട്ര ബന്ധം തീവ്രവാദത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ സംസ്ഥാന ഏജൻസികളെക്കാൾ കൂടുതലായിട്ട് ഈ ഒരു വിഷയത്തിൽ ഇഫക്റ്റീവായിട്ട് ഇടപെടാനായിട്ട് സാധിക്കുന്നത് ഈ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതുകൊണ്ട് കേന്ദ്ര ഏജൻസിക്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികളെ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്.